കാനഡയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയ ക്ലോണ്ടൈക്ക് സ്വർണ്ണവേട്ടയുടെ 125-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പ്രത്യേക പതിപ്പ് നാണയമാണിത്. ചരിത്രപ്രേമികൾക്കും നാണയം ശേഖരിക്കുന്നവർക്കും ഇതൊരു അമൂല്യ ശേഖരണ വസ്തുവാണ്. ക്ലോണ്ടൈക്ക് സ്വർണ്ണവേട്ട 1896-നും 1899-നുമിടയിൽ കാനഡയിലെ യൂക്കോണിലേക്ക് ഏകദേശം 100,000 ഖനിത്തൊഴിലാളികൾ കുടിയേറിയ ഒരു വലിയ പലായനമായിരുന്നു ക്ലോണ്ടൈക്ക് സ്വർണ്ണവേട്ട. ഒറ്റയൊരു സ്വർണ്ണ കണ്ടെത്തലിൽ നിന്നാണ് ഈ ചരിത്ര സംഭവം ആരംഭിച്ചത്. അത് ലോകത്തിന്റെ ഭാവനയെ കീഴടക്കി. 1896 ഓഗസ്റ്റ് 16-ന് സ്കൂഗും ജിം, ജോർജ് കാർമാക്ക്, ഡോസൺ ചാർലി, ടാഗിഷ് ചാർലി എന്നും അറിയപ്പെടുന്നു എന്നിവർ ക്ലോണ്ടൈക്ക് നദിയുടെ കൈവഴിയായ റാബിറ്റ് ക്രീക്കിൽ സ്വർണം കണ്ടെത്തി. ഈ കണ്ടെത്തൽ വടക്കേ അമേരിക്കയിലുടനീളം ഒരു സ്വർണ്ണപ്പനി ജ്വലിപ്പിച്ചു. തിരക്കും ഡാസൺ സിറ്റിയും. കണ്ടെത്തലിന്റെ വാർത്ത അതിവേഗം പടർന്നു. ഇത് ഖനിത്തൊഴിലാളികളുടെ ലോകമെമ്പാടുമുള്ള തിരക്കിനു കാരണമായി. യൂക്കോൺ നദിയുടെയും ക്ലോണ്ടൈക്ക് നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാസൺ സിറ്റി സ്വർണ്ണവേട്ടയുടെ തിരക്കേറിയ കേന്ദ്രമായി അതിവേഗം മാറി. ക്ലോണ്ടൈക്കിലേക്കെത്തുന്നത് കഠിനമായൊരു പരീക്ഷണമായിരുന്നു. ഖനിത്തൊഴിലാളികൾക്ക് അങ്ങേയറ്റത്തെ കാലാവസ്ഥ, ചിൽക്കൂട്ട്, വൈറ്റ് പാസ് പോലുള്ള ദുർഘടമായ പർവ്വതനിരകൾ, കൂടാതെ വിശപ്പും രോഗവും പോലുള്ള നിരന്തരമായ ഭീഷണികളും നേരിടേണ്ടിവന്നു. ക്ലോണ്ടൈക്കിലേക്കുള്ള ഒരു കവാടമായി സിയാറ്റിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. നഗരത്തിലെ വ്യാപാരികൾ ഖനിത്തൊഴിലാളികൾക്ക് ഉപകരണങ്ങളും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും നൽകി അഭിവൃദ്ധി പ്രാപിച്ചു. ക്ലോണ്ടൈക്ക് സ്വർണ്ണവേട്ട സാഹിത്യത്തിലും ജനപ്രിയ സംസ്കാരത്തിലും സമ്പദ്വ്യവസ്ഥയിലും ശാശ്വതമായ മുദ്ര പതിപ്പിച്ചു. ഇത് ദുർഘടമായ വടക്കൻ പ്രദേശങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ഉറപ്പിക്കുകയും സിയാറ്റിൽ പോലുള്ള നഗരങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. ശേഖരിക്കാവുന്ന നാണയത്തിന്റെ വിവരങ്ങൾ. ഈ പ്രത്യേക നാണയശേഖരത്തിൽ കാനഡ $1 2021 ഉൾപ്പെടുന്നു. ഇതിന് 350 രൂപയും 75 രൂപ ഷിപ്പിംഗ് ചാർജുമുണ്ട്. ചരിത്രത്തിന്റെ ഈ അപൂർവ ഭാഗം സ്വന്തമാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ നാണയം ബുക്ക് ചെയ്യാൻ ഇന്നുതന്നെ ഞങ്ങളെ ബന്ധപ്പെടുക. ക്ലോണ്ടൈക്ക് സ്വർണ്ണവേട്ടയിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി.